Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the different steps in buying process. The purchase decision is usually taken after careful study, thinking and analysis of several factors. It is a long and time consuming process involving several stages. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് മേടിക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചതിന് അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കും. അല്ലാതെ പെട്ടെന്ന് നമ്മളൊരു പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിക്കുകയല്ല. ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കും, അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കും, അത് ഫീസിബിൾ ആണോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യും. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു പർച്ചേസ് ഡിസിഷനിലേക്ക് എത്തിച്ചേരുക. അതൊരു ടൈം കൺസ്യൂമിങ്ങും ഒരുപാട് നേരത്തെ ഒരു പ്രോസസ്സാണ്. നമ്മളൊരു ബൈയിങ് പ്രോസസ്സ്, ഒരു കസ്റ്റമറിൻ്റെ ബൈയിങ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയാൻ പോകുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സെവറൽ ഫാക്ടേഴ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Companies try to fully understand customers' buying decisions such as their experience in learning, choosing, using and even disposable of a product. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കാത്തത് എന്താണ് ബൈയിങ് പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ ബൈയിങ് പ്രോസസ്സ് മനസ്സിലാക്കുന്നത് കൊണ്ട് എന്താണ് ഇമ്പോർട്ടൻസ്, ഒരു കസ്റ്റമർ ഏത് രീതിയിലാണ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്, ഏത് രീതിയിലാണ് അത് വേണ്ടാന്ന് വെക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ അത്രത്തോളം ആ കസ്റ്റമറിൻ്റെ നീഡ് എന്താണ്, എന്ത് പ്രോഡക്റ്റ് കൊടുത്താൽ ആ കസ്റ്റമർ സാറ്റിസ്ഫൈ ആകും, ഇത്തരം കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് ഒരു മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ടീം ഒരു കസ്റ്റമറിൻ്റെ buying process analyze ചെയ്യുന്നത്. The marketing scholars have developed a 5-stage model process in connection with buying process, which is problem recognition, information search, alternative evaluation, purchase decision and finally post-purchase decision evaluation. Now let us discuss each of the steps in buying process. The first step in buying process is problem recognition. The starting point of the buying process is the desire to buy a product. Need recognition is the awareness of want or a desire without which the consumer feels restless. അപ്പോൾ ഒരു ബൈയിങ് പ്രോസസ്സ്, ഒരു കസ്റ്റമറിൻ്റെ ബൈയിങ് പ്രോസസ്സ് മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ഒരു ബൈയിങ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു ഡിസയർ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യം വോണ്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഇന്ന പോലെ ഒരു പ്രോഡക്റ്റ് മേടിക്കണം അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് മേടിക്കാൻ കൊള്ളാമെന്നൊരു ഡിസയർ കസ്റ്റമർ ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക, ഏത് രീതിയിലാണ് ഒരു കസ്റ്റമറിന് പുതിയ പ്രോഡക്റ്റിൻ്റെ ആവശ്യം ഉണ്ടാകുന്നത്, ആ ഡിസയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. Human being is with bundle of desire, needs or wants. However, the most urgent ones are pushed to the top as the consumer purchasing power is limited. Human beings എന്ന് പറയുന്നത് ഒരുപാട് വാണ്ട്സും ഡിസയേഴ്സും എല്ലാം ഉള്ള എല്ലാ ഡിസയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യവും നമുക്ക് മേടിക്കാൻ പറ്റും എന്നില്ല. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ എബിലിറ്റി വെച്ച് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും, ഏത് പ്രോഡക്റ്റ് മേടിക്കണം, ഏത് പ്രോഡക്റ്റാണ് ആദ്യമേ മേടിക്കുന്നത് എന്നൊക്കെയാണ് ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. പ്രോബ്ലം റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ഏത് രീതിയിലാണ് അവരുടെ വോണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഡക്റ്റിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ആ ഡിസയർ ഉണ്ടാകുന്ന ഏത് രീതിയിലാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുക, അവരുടെ പർച്ചേസിങ് പവർ അനുസരിച്ച് ഏത് രീതിയിലാണ് ഏത് പ്രോഡക്റ്റ് മേടിക്കണമെന്ന് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രോബ്ലം റെക്കഗ്നിഷൻ എന്ന സ്റ്റെപ്പിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. The second step is information search. At this level, the consumer seeks information about the product which he needs. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമുണ്ടായി അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ഒരു ഡിസയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സെക്കൻഡ് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ അടുത്തതായിട്ടൊരു കസ്റ്റമർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യുക. ഹിസ് സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഹാസ് 2 levels such as heightened attention level and active information search. Heightened attention level is one at which a person simply becomes receptive to information about a product. ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അദ്ദേഹം സെർച്ച് ചെയ്യാതെ തന്നെ പല രീതിയിൽ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പല രീതിയിൽ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈറ്റൻഡ് അറ്റൻഷൻ ലെവൽ എന്ന് പറയുക. ആക്റ്റീവ് ഇൻഫർമേഷൻ സെർച്ച്, the person looks for reading material, contacting friends,
going online and visiting stores to learn about the product. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ പല രീതിയിൽ ബുക്സ് വായിച്ചുകൊണ്ട് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഓൺലൈൻ സെർച്ച് ചെയ്തു, ഒരു കടയിൽ പോയി നോക്കി, അത്തരത്തിൽ ആ ഒരു കസ്റ്റമർ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് ഇൻഫർമേഷൻ സെർച്ച് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് രീതിയിലാണ് ഒരു കസ്റ്റമർ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഇൻഫർമേഷൻ സെർച്ച് നടത്തുക: ഹൈറ്റൻഡ് അറ്റൻഷൻ ലെവൽ ആൻഡ് ആക്റ്റീവ് ഇൻഫർമേഷൻ സെർച്ച് ലെവൽ. In an active information search level, there are different sources, alternative sources of information for a customer, like personal sources from family, friends, neighbors. ഫാമിലിയോട്, ഫ്രണ്ട്സിനോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഉണ്ടോ, ഈ പ്രോഡക്റ്റ് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരു സോഴ്സാണ് പേഴ്സണൽ സോഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ സോഴ്സസ് ഫ്രം അഡ്വർടൈസ്മെന്റ്, വെബ്സൈറ്റ്, ഇമെയിൽ, സെയിൽസ്മാൻ, ഡീലേഴ്സ്, പാക്കേജിംഗ്, ഡിസ്പ്ലേ എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ സോഴ്സസ് വഴിയും അദ്ദേഹത്തിന് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. അഡ്വർടൈസ്മെന്റ് വഴി, വെബ്സൈറ്റ്സ് വഴി, ഇമെയിൽ വഴി, ഒരു സെയിൽസ്മാനോട് ചോദിക്കുന്ന വഴി, പാക്കേജിങ്ങിനെ കണ്ട് മനസ്സിലാക്കുന്ന വഴി, അത്തരത്തിലൊക്കെയാണ് ഒരു ആക്റ്റീവ് ഇൻഫർമേഷൻ സെർച്ച് ലെവൽ എന്ന് പറയുക. പബ്ലിക് സോഴ്സസ് ഫ്രം മാസ് മീഡിയ, സോഷ്യൽ മീഡിയ, കൺസ്യൂമർ, റേറ്റിംഗ്, ഓർഗനൈസേഷൻ എക്സെട്ര. ഇത്തരത്തിലും പബ്ലിക്കിൽ നിന്നും പല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് experimental sources from handling, examining, using the product etc. ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് പോലെ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ഒരു ആക്റ്റീവ് ഇൻഫർമേഷൻ സെർച്ച് ലെവലിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മൾ പറഞ്ഞത്: പേഴ്സണൽ സോഴ്സ്, കൊമേഴ്ഷ്യൽ സോഴ്സ്, പബ്ലിക് സോഴ്സ് ആൻഡ് എക്സ്പെരിമെന്റൽ സോഴ്സ്. After the information search, the customer comes with different alternative products. So the next step is to evaluate these alternatives. The evaluation stage is the stage of mental trial of a product or a service. The consumer assigns relative values or weightage to different products or service based on the accumulated information. അപ്പോൾ ഇത്തരത്തിൽ മനസ്സിലാക്കിയ ഇൻഫർമേഷൻ്റെ ബേസിൽ ഒരു മെൻ്റൽ പ്രോസസ്സാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പല രീതിയിലുള്ള ഇൻഫർമേഷൻ തിരക്കുമ്പോഴത്തേക്ക് നമുക്ക് പല പ്രോഡക്ട്സ് നമ്മൾ മുമ്പിൽ വരാം. അപ്പോൾ നമ്മൾ മെൻ്റലി ഓരോ പ്രോഡക്ട്സിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ പ്രോഡക്റ്റിനും ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കും. അപ്പോൾ ഇന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രോഡക്റ്റിന് ഇത്ര വാല്യൂ ഉണ്ട്, മറ്റൊരു പ്രോഡക്റ്റിന് കുറച്ചുകൂടെ കൂടുതൽ വാല്യൂ ഉണ്ട് എന്നൊരു മെൻ്റൽ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഇവാലുവേഷൻ എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. Then the consumer judges the relative worth of alternative products or service from the angle of want satisfying potential. ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലായതിനു ശേഷം ആ ഒരു കസ്റ്റമറിൻ്റെ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറിൻ്റെ ആവശ്യം എന്താണോ അതിനെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൊബൈൽ മേടിക്കാൻ പോവുകയാണ്. നമ്മുടെ മൊബൈൽ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് വേണ്ട സ്പെസിഫിക്കേഷൻസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ 2-3 ടൈപ്പ് മോഡൽസ് നമ്മൾ കണ്ടു. ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്നത് നമുക്ക് എന്ത് സ്പെസിഫിക്കേഷനാണ് വേണ്ടത്, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റാണ് ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് വർത്ത്ഫുൾ എന്ന് തോന്നുന്നത്. ഇത്തരത്തിലാണ് ഒരു മെൻ്റൽ ഇവാലുവേഷൻ ഒരു കൺസ്യൂമർ നടത്തുന്നത്. ദ ഫൈനൽ purchase depends on the alternative strength of positive intention to buy. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മെൻ്റലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു 2 മോഡൽ നമ്മുടെ മുമ്പിലുണ്ട്. 2 പ്രോഡക്റ്റിൻ്റെയും ക്വാളിറ്റീസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്തു. അതിനുശേഷം നമ്മുടെ സാറ്റിസ്ഫൈ നമുക്ക് എന്താണ് വേണ്ടത് ഇതെല്ലാം നമ്മൾ ആലോചിക്കും. നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെയാണ്, അത് ഈ പ്രോഡക്റ്റിനാണുള്ളത്, മറ്റേ പ്രോഡക്റ്റിന് ഉണ്ട് എന്നാലും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലുണ്ട്. ഇത്തരത്തിലൊരു മെൻ്റൽ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇവാലുവേഷൻ മൊത്തത്തിൽ കണ്ടക്ട് ചെയ്തത്. ഫൈനലി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഏത് പ്രോഡക്റ്റിനെയാണ് നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റൻഷൻ ടു ബൈ എന്ന് നമുക്ക് പറയാം. നമുക്കൊരു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഒരു തോന്നും ഈ പ്രോഡക്റ്റ് ആയിരിക്കും നല്ലതെന്നൊരു പോസിറ്റീവ് ഇൻറ്റൻഷൻ തോന്നും. ആ ഒരു ഇൻറ്റൻഷൻ്റെ പുറത്താണ് നമ്മളൊരു ഫൈനൽ പർച്ചേസിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പല ഓൾട്ടർനേറ്റീവ്സ് വരുമ്പോൾ ആ പ്രോഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലാണ്. After evaluation, the next step is purchase decision. At this stage, the consumer forms preference among the brand in the choice set and may also form an intention to buy the preferred brand. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അപ്പോൾ ഒന്നിൽ കൂടുതൽ ചോയ്സ് നമ്മുടെ മുമ്പിൽ വരുവാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കിയപ്പോൾ അതിലും നമുക്കൊരു ഓൾമോസ്റ്റ് സിമിലർ സ്പെസിഫിക്കേഷൻസ് ഒക്കെ വന്നു. പിന്നീട് നമ്മൾ എങ്ങനെ ഒരു പ്രൈസ് ഡിസിഷൻ എടുക്കും? നമ്മൾ ചില സമയത്ത് ഒരു ബ്രാൻഡ് ഡിസിഷൻ എടുക്കാറുണ്ടല്ലേ. നമുക്ക് ഇന്ന ബ്രാൻഡ് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വിശ്വാസം കാണും, അല്ലെങ്കിൽ ആ ബ്രാൻഡ് കുറച്ചുകൂടെ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ അതിലേക്കൊരു ചായ്വ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ബ്രാൻഡ് ചോയ്സ് ചില കേസുകളിൽ നമ്മൾ ആ ഒരു ബ്രാൻഡ് സ്പെസിഫൈ ചെയ്ത് ചൂസ് ചെയ്യാറുണ്ട്.
And finally, post-purchase reaction. The post-purchase reaction and experience may be a set of positive and negative feelings that he gets from the purchase. Positive feelings result in repeat sale, while negative feelings creates anxiety and doubts. അപ്പോൾ പോസ്റ്റ് പർച്ചേസ് റിയാക്ഷൻ, വൺസ് നമ്മൾ ഈ ഒരു സ്റ്റെപ്സിലൂടെ എല്ലാം കടന്നുപോയി ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ള റിയാക്ഷനാണ് പോസ്റ്റ് പർച്ചേസ് റിയാക്ഷൻ. നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൽ നിന്നും കിട്ടിയ ഫീൽ ഒരു പോസിറ്റീവ് ഫീൽ ആണോ നെഗറ്റീവ് ഫീൽ ആണോ കിട്ടിയെന്നുള്ളത്. പോസിറ്റീവ് ഫീൽ ആണെങ്കിൽ വീണ്ടും നമ്മൾ ആ പ്രോഡക്റ്റിലേക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുക, നമ്മൾ വീണ്ടും മേടിക്കുകയോ ചെയ്യും. നെഗറ്റീവ് ഫീൽ ആണെങ്കിൽ നമുക്ക് കൂടുതൽ സംശയങ്ങളും കൂടുതൽ ഡൗട്ട്സും ഉണ്ടാകും. അപ്പോൾ ഇതിനാണ് ഒരു പോസ്റ്റ് പർച്ചേസ് റിയാക്ഷൻ ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബൈയിങ് പ്രോസസ്സ് എന്ന് പറയുക. നമ്മൾ പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. ഫസ്റ്റിൽ പ്രോബ്ലം റെക്കഗ്നിഷൻ, നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമുണ്ടാകുക അല്ലെങ്കിൽ പ്രോഡക്റ്റ് മേടിക്കാൻ ഡിസയർ ഉണ്ടാകുക. അതിനുശേഷം ആ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു ഇൻഫർമേഷൻ സെർച്ച് നടത്തുക. ആ ഇൻഫർമേഷൻ സെർച്ചിന് ശേഷം ഇവാലുവേഷൻ, ആ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമ്പോൾ പല പ്രോഡക്ട്സ് വരും. ആ പ്രോഡക്ട്സിനെ ഓരോന്നും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മളൊരു പർച്ചേസ് ഡിസിഷൻ എടുക്കും. അതിനുശേഷം ഒരു പോസ്റ്റ് പർച്ചേസ് റിയാക്ഷൻ. ഇത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു ബൈയിങ് പ്രോസസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്സ് ഇൻ ബൈയിങ് പ്രോസസ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് ഫോളോ ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണ്, അത്തരത്തിൽ ഈ പ്രോസസ്സ് മനസ്സിലാക്കുന്ന വഴി ഒരു മാർക്കറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ബൈയിങ് പ്രോസസ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.